മുത്തമിട്ടാൽ എന്ത് ഹായി, നീ എന്നെയൊന്നു മുത്തമിട്ടാൽ എന്ത് ഹായി, തനുവിൽ തടവി മുത്തമിട്ടാൽ എന്ത് ഹായി, നീ മധുവൂറും മുത്തമിട്ടാൽ ഉണ്ടല്ലോ ഹായി. മങ്ങച്ചുനയൂരുന്ന ചുണ്ടാൽ പണ്ടൊരു കാലം നീ തന്നൊരു മുത്തം ഹായി, എത്രയോ ഹായി. ആദരത്തിൻ മുത്തം ഹായി, ചൊടിയിലെ മുത്തം ഹായി, കാത്തിന്നു ഞാൻ നിന്നൊരു നേരം പച്ചകുത്തും പോലെ മുത്തമിട്ടപ്പോൾ ഹായി, എത്രയോ ഹായി. കഞ്ഞിത്തന്ന മുത്തം ഹായി, കൊഞ്ചിത്തന്ന മുത്തം ഹായി, സ്വപ്നായിരുന്നോ? സീതാലക്ഷ്മി വിളിക്കാം. എന്താ ഇതൊക്കെ? ഇവരൊക്കെ എന്റെ ഫാൻസാ. നീ 3 വർഷം കഴിഞ്ഞ് നാട്ടിൽ വരികയല്ലേ, ഇപ്പൊ ഇവന്റെ റേഞ്ച് എന്താണെന്ന് നിനക്ക് അറിയാമോ? ഇവൻ പഴയ രാജേന്ദ്രൻ അല്ല. അത് ഐഡിയ ഇവന്റെ, അറേഞ്ച്മെന്റ് എന്റെ. എന്താ അടിച്ചു പൊളിച്ചില്ലേ? റിയലി സൂപ്പർ. ഐ ലൈക്ക് യു. താങ്ക് യു, താങ്ക് യു. ഇതെന്തിരിക്കുന്നു? ഈ കണ്ട ഒന്നുമല്ല. എടാ ഒന്നുകൂടെ അടിച്ചു പൊളിക്ക്. വരുംകാല മുഖ്യമന്ത്രി, വരുംകാല മുഖ്യമന്ത്രി, നമ്മുടെ വരുംകാല മുഖ്യമന്ത്രി. എന്നാ പറഞ്ഞേ? നമ്മുടെ വരുംകാല മുഖ്യമന്ത്രി എന്നാ വിളിച്ചേ. ഇവരോ? ആരാ പറഞ്ഞത്? ഞാൻ തന്നെ അങ്ങ് പറഞ്ഞതാ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അത് മുഖ്യമന്ത്രി എന്ന് വിളിച്ചാണ്ടല്ലോ 500 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. അവിടെ നിന്ന് കിട്ടുന്നതിന്റെ പകുതി എനിക്ക് തന്നേക്കണം. ഇങ്ങോട്ട് നീങ്ങി നിക്ക, കുറച്ചുകൂടെ നീങ്ങി നിക്ക. നിങ്ങളാണോ വരുംകാല മുഖ്യമന്ത്രി? ഇതുവരെ കണ്ണാടിയിൽ മുഖം നോക്കിയിട്ടില്ല. നീ ശരിയാണെന്ന് പറഞ്ഞാൽ ശരി, തെറ്റാണെന്ന് തെറ്റി. സൂട്ട്കേസ് എടുത്തോണ്ട് വാ.
സൂട്ട് കേസ് എടുത്തോണ്ട് പുറകെ വാ. ഞാൻ എടുത്തോളാം. ഏയ് ആ, നീ സൂട്ട് കേസിൽ തൊട്ട നിന്റെ കൈ ഞാൻ ഒടിക്കും. അയ്യോ ഞാൻ എടുക്കുന്നില്ല ഷോക്കേസ് നീ തന്നെ എടുത്തോ. നീ ഒന്നെടുക്കടാ. ആ, നടക്കടാ. അയ്യോ കഷ്ടം. നോക്കണേ അവന്റെ ഒരു തലയിലെഴുത്ത്. ആരെടാ? എന്തിനാടാ എന്നെ തല്ലിയത്? കിട്ടുന്നതിന്റെ പാതി തന്നെ ഒന്ന് പറഞ്ഞില്ലേ? വാ മോളെ, പരീക്ഷ തീർന്ന ഉടനെ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ വേഗം ഓടി വന്നതാ. എന്റെ തങ്കക്കുടം. പിന്നെ എന്തൊക്കെയുണ്ട് അച്ഛാ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ? ഫസ്റ്റ് ക്ലാസ്സോട്ട് പാസ്സാവും ഞാൻ. വെരി ഗുഡ്. എന്റെ പൊന്നു മോള് ആരാണെന്നാ വിചാരിച്ചിരിക്കുന്നത്? നിന്നെ വിളിക്കാൻ അവൻ അയച്ചിരുന്നല്ലോ, അവനെവിടെ? ദാ വരുന്നുണ്ട്. വാ അമ്മേ, നമുക്ക് അകത്തേക്ക് പോവാം. വാ മോളെ. സീതയോട് നിനക്ക് സ്നേഹമുണ്ട്. അതിനവളുടെ പെട്ടിയും കിടക്കൻ ചുമക്കണോ? താഴെ വെക്കടാ. എന്റെ സീത പറഞ്ഞാൽ ഞാൻ എന്തും അനുസരിക്കും. അല്ല സീതേ? അതെ അതെ, സൂട്ട് കേസ് താഴെ വെക്ക്. ഇത് കൊച്ചിന്ന് നിങ്ങൾക്ക് എല്ലാം വേണ്ടി വാങ്ങിയതാ. അച്ഛാ, ഇത് അച്ഛന്. എനിക്കോ? താങ്ക് യു. ഈ സാരി അമ്മയ്ക്ക്. ഇത് അപ്പച്ചയ്ക്ക്. ഓ, അപ്പൊ എനിക്കല്ല. എന്താ മോളെ, രാജുവിനെന്തോ സ്പെഷ്യലായി വാങ്ങിച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു. അത് രഹസ്യമായി കൊടുക്കാനാണ് നിന്റെ പ്ലാൻ. കൊടുത്തോ, നിന്റെ ആഗ്രഹം നടക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ല ചാ, ഞാൻ പാറുവിനെ നോക്കുമായിരുന്നു. പാറു, പാറു, ഇത് നിനക്ക്. എന്താ മോളെ, നീ എല്ലാവർക്കും വാങ്ങി, അവന് മാത്രം ഒന്നും കൊണ്ടുവന്നില്ലേ? ഇങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ ഓർത്തതേ ഇല്ല ചാ. ഓർത്തില്ലെന്നോ? അയ്യോ, സ്വപ്നത്തിൽ പോലും നിന്നെ കുറിച്ചുള്ള ഓർമ്മകളെ എനിക്ക് അവൾക്കുള്ളൂ. വയ്യ. എപ്പോ നോക്കിയാ ചേട്ടാ 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 ആ ഒരു വിചാരമേ അവക്കുള്ളൂ. അമ്മാവാ, തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ഗ്രാമവാസികൾ അറിയുവാൻ, ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട കുതിരയെ ലേലം ചെയ്ത് വിൽക്കുന്ന വിവരം ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കുതിരയെ ലേലം ചെയ്യാൻ പോകുന്നു. വാ, ലേലത്തിൽ പങ്കെടുക്കാം. നമുക്കെന്തിനാടാ കുതിര? ലേലത്തിൽ പങ്കെടുക്കുന്ന ആരാണെന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ തന്നെ ഓടിയെത്തും. വാ. ആര് പങ്കെടുത്തില്ല, എനിക്കെന്താ? ഓ, ആ സൂര്യാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത്. ആ വൃത്തികെട്ടവനോ? അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാനിവിടെ ജീവനോടെ ഇരിക്കുമ്പോ അവനാ ലേലം ജയിക്കില്ല. എടുക്കണ വണ്ടി. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, ഇതൊരു സാധാരണ കുതിരയല്ല. ഈ കുതിരയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഇതിന്റെ പുറത്താണ് മഹാരാജാവ് തിരുവാറാട്ട് നടത്തുന്നത്. ഇതിന്റെ പുറത്തോ? പിന്നെ നിന്റെ പുറത്താണോ? ഇതിന്റെ പുറത്ത് കൊച്ചി മഹാരാജാവ് വരെ യാത്ര ചെയ്തിട്ടുണ്ട്. കുതിര പുറത്തോ? അതെ, ലേലം ആരംഭിക്കുകയാണ്. ഈ ലേലത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സൂര്യ മുതലാളിയും രാജേന്ദ്ര മുതലാളിയുമാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. ലേലം 10,000 നിന്നും ആരംഭിക്കുകയാണ്. 15,000 പറ. 15,000. രാജേന്ദ്ര മുതലാളി 15,000. 20, 25, 30, 35, 40, 50. രാജേന്ദ്ര മുതലാളി 50,000 പിടിച്ചിരിക്കുന്നു. 50,000 ഒരു ദിനം, 50,000 രണ്ട് ദിനം. വേറെ ആരും വിളിക്കാനില്ല. 50,000 ഒരു ദിനം. 55,000. 50. വിട്ടേക്ക്. എന്തേ? ആ സൂര്യക്ക് കുതിരയെ കിട്ടരുതെന്നല്ലേ നമ്മുടെ ലക്ഷ്യം. അവൻ പോയില്ലേ, ഇനി എന്ത്? പറയുന്ന പോലല്ല. നീ ഒരു ബുദ്ധിമാനാ അല്ലടാ? എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയുണ്ടോ? ഒടുക്കത്തെ ബുദ്ധിയല്ലടാ. 55,000 ഒരു ദിനം, 55,000 രണ്ട് ദിനം, 55,000 മൂന്ന് ദിനം. സൂര്യ മുതലാളി, പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. സുഭാഷ്. 55,000 കുതിരയ്ക്ക്, ബാക്കി നിനക്ക്. ഞാൻ ആരുടെ മുമ്പിൽ തോൽക്കരുതെന്ന് വിചാരിച്ചു? അവന്റെ മുമ്പിൽ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലടാ. നീ തോറ്റിട്ടില്ലടാ, അവൻ നമ്മളെ ചതിച്ചതാ. സത്യത്തിൽ നീ ജയിച്ചത്. എന്താടാ, നാണം കെട്ടുപോയോ? നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു? കളി ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതുകൊണ്ട് തീരുന്നില്ല. ബാക്കി നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ നാട്ടിൽ നിന്ന് തന്നെ നിന്നെ ഞാൻ കെട്ടുകെട്ടിക്കും. നീ ഓർത്തോ, നമുക്ക് കാത്തിരുന്ന് കാണാമടാ. ഞാനിപ്പോ നിനക്കൊരു സൂപ്പർ ഐഡിയ പറഞ്ഞു തരാം. അതുപോലെ ചെയ്താ
സീതാലക്ഷ്മിയെ നിനക്ക് ഈസിയായി സ്വന്തമാക്കാം. അതെങ്ങനെയാ അമ്മാവാ? വാ വാ വേഗം വാ. കേറിക്കോ കേറിക്കോ കേറിപ്പോ. കേറിക്കോ കേറിപ്പോ കേറിപ്പോ കേറിപ്പോ. അയ്യോ ഓടി വരണ്ടേ, ആരെങ്കിലും ഓടി വരണ്ടേ. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? എന്താ അവിടെ? ഇതിനകത്ത് കയറിയവനെ ഞാൻ കയ്യോടെ പിടികൂടി. ആരാണോ? നിങ്ങളുടെ മോൻ. അവൻ തന്നെ, അല്ലാതെ വേറെ ആരാ ഈ വൃത്തികേട് കാണിക്കുന്നത്? എന്താ പ്രശ്നമെന്നോ? കുടിക്കാൻ കയറി എന്റെ മോടെ കൂടെ അവനും കയറിയിരിക്ക. കയ്യോടെ ഞാൻ അവനെ പിടികൂടിയടാ. ഒന്ന് വെറുതെ മാമ, അവര് കുളിച്ച് ജോലിയായിട്ട് പുറത്തോട്ട് വന്നോട്ടെ. എടാ, ഈ സംഭവം പുറത്തറിഞ്ഞ അവളുടെ ഭാവി എന്താവും? ഇനി ആരെങ്കിലും അവളെ കല്യാണം കഴിക്കൂടാ? ഇപ്പഴെന്ത് വേണം? എനിക്ക് രണ്ടിലൊന്നറിയണം. ഒരു തീരുമാനം ഉണ്ടാകണം. വെറുതെ മാമ, ഇത് നാട്ടിലെങ്ങും നടക്കാത്ത സംഭവമാണോ? നിസാര കാര്യല്ലേ വെറുതെ ആളെ കൂട്ടണം. നിസാര കാര്യം. നിസാര കാര്യോ? ഇതാണ് നിന്റെ നിസാര കാര്യം. മുഖത്തേക്ക് നോക്ക്. നിസാര കാര്യം ചെയ്തിട്ട് വന്ന് നിൽക്കുന്ന നിപ്പാണോ ഇത്? നാണമില്ലാത്തവൻ നിൽക്കുന്ന കണ്ടില്ലേ? കണ്ണടച്ച് പാൽ കുടിച്ചാൽ ആരും കാണില്ലെന്ന് വിചാരിച്ചു. എന്ത് പരിഹാരമാ ചെയ്യാൻ പോകുന്നത് ചോദിക്കും. എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? എക്കോ എഫക്ട്. ഇവനെ പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. കൊച്ചു കുഞ്ഞല്ലേ, ശരീരം വളർന്നു എന്ന് കരുതി മനസ്സ് വളർന്നിട്ടില്ല. നിങ്ങളുടെ മകളുടെ കഴുത്തിൽ ഇവൻ താലി കെട്ടും. അങ്ങനെ പറയടാ. മണ്ടനാണെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ട്. താണ്ട മോനെ താലി കൊടുക്കവന്റെ കയ്യില്. വാങ്ങടാ, കെട്ടടാ താലി. എവിടെ വെച്ചിട്ട് അവിടെ തൊട്ടോ അവിടെ വെച്ച് തന്നെ കെട്ടണം താലി. ആദ്യ രാത്രി ആഘോഷിച്ചിട്ട് വന്നാ മതി. ചെല്ലടാ, എന്റെ മോളല്ലേ ഈ നിൽക്കുന്നത്? അപ്പൊ അകത്താരാ? എന്താടി, എന്താ അവിടെ സംഭവിച്ചത്? പറയടി. ഒന്നുമില്ല ചേച്ചി, ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോ സാർ അകത്തേക്ക് കയറി വന്നു. അകത്ത് നീയായിരിക്കും വിചാരിച്ച ഞാൻ. നീ ഇവിടെ എന്ത്? അല്ല, ആരും അവിടെ ഇല്ലാന്ന് വിചാരിച്ച ഞാൻ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിച്ചേരാൻ പറഞ്ഞൂടെ? എന്തിനാ ഈ വക്രബുദ്ധി? നാണം കെടുത്താൻ വേണ്ടി ഓരോന്ന്. അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുന്നില്ലേ? ഇതിന് പിന്നെ മോളെ അത് പിന്നെ ചേച്ചി, നിങ്ങൾ കാണുന്നത് തന്നെ ഇപ്പൊ എനിക്ക് വെറുപ്പാ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിച്ചേരാൻ പറഞ്ഞൂടെ? എന്തിനാ ഈ വക്രബുദ്ധി? നാണം കെടുത്താൻ വേണ്ടി ഓരോന്നും. ചേച്ചി, നിങ്ങൾ കാണുന്നത് തന്നെ ഇപ്പൊ എനിക്ക് വെറുപ്പാ. ഇതുവരെ കണ്ണാടിയിലെ മുഖം നോക്കിയിട്ടേ ഇല്ല. ഇങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ ഓർത്തതേ ഇല്ല. ചാ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിച്ചേരാൻ പറഞ്ഞൂടെ? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിച്ചേരാൻ പറഞ്ഞൂടെ? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണം കഴിച്ചേരാൻ പറഞ്ഞൂടെ? എന്തിനിങ്ങോട്ട് വന്നേ? എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? സീതയ്ക്കറിയോ, നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, നിന്റെ ഹൃദയത്തിൽ എനിക്കൊരു വേലക്കാരന്റെ സ്ഥാനം പോലും ഇല്ല. നീ എന്നെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. എനിക്കിപ്പോഴാ സീതയെ മനസ്സിലായത്. എനിക്ക് തെറ്റുപറ്റി. ആർക്കും ഒരു ശല്യവാൻ ഇനി ഞാനുണ്ടാവില്ല. കഴിഞ്ഞതിനൊക്കെ മാപ്പ് തരണം. എന്തൊക്കെയായി പറയുന്നേ? ഈ നിമിഷം ഞാൻ മരിച്ചു പോയാലും എന്നോടത്ത് കരയാൻ ഒരുപാട് പേരുണ്ടാകും. എങ്കിലും നിന്റെ ഒരു തുള്ളി കണ്ണുനീര് മതി എന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ. എന്താ ഭ്രാന്തായി പറയുന്നേ? ഞാൻ വിഷം കഴിച്ചിട്ടാണ് സീത വന്നിരിക്കുന്നത്. ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? എനിക്ക് സന്തോഷായി. ഒരു പ്രാവശ്യമെങ്കിലും നീ എന്നെ അങ്ങനെ വിളിച്ചല്ലോ. ഇനി എനിക്ക് സന്തോഷത്തോടെ എന്താ സീത, ഇതിത്തിരി നേരത്തെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടാവുമായിരുന്നു? വിവാഹത്തിന് മുമ്പ് എല്ലാവരുടെ മുമ്പിൽ ചേട്ടനെ ഒരു നല്ല നിലയിൽ എത്തിച്ച് കാണാൻ വേണ്ടിയാണ് സ്നേഹമില്ലാത്ത രീതിയിൽ ഞാൻ അഭിനയിച്ചത്. ആരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അയ്യോ, എന്നെ ചേട്ടനെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. എന്നെ ചേട്ടനെ രക്ഷിക്കണേ. ഒരുപാട് വൈകിപ്പോയി സീത. അയ്യോ, എന്നെ ചേട്ടനെ രക്ഷിക്കണേ. നീ എന്തിനാ കരയുന്നേ? നിന്റെ ചേട്ടനൊന്നും സംഭവിക്കില്ല. എന്താ പറഞ്ഞേ? വിഷമാകാൻ അവൻ എന്റെ അടുത്താ വന്നത്. അവൻ ഗുരുനാ ചോദിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവന് വിഷമല്ല കൊടുത്തു വിട്ടത്. അത് ശരി.
കുടിച്ചപ്പോഴെനിക്ക് സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിലും വിഷത്തിന് ഇങ്ങനെ മധുരം വരേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി, എഴുന്നേക്ക്. അല്ല, മരിക്കാൻ പോകുന്ന പോലെ അഭിനയിച്ച് നിങ്ങൾ എന്തിനെ മടി കടന്നത്? അതെന്താ മടി കിടന്നത്? ഏയ്, അതന്നെ ഞാനും ചോദിച്ചത്. അത് പിന്നെ ഈ വിഷം കഴിക്കുമ്പോ മരണപ്രാളം കാണിക്കണമല്ലോ, അതുകൊണ്ടാ മടി കിടന്നത്. ആഹാ, അങ്ങനെയാണെങ്കിൽ നീന്തൽ അറിയാത്തവൻ കായലിൽ വീണ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അയ്യപ്പാ, ഇത്രയും നാൾ ഈ ഒരു അനന്തരവനായിരുന്നു, ഇപ്പൊ മരുമകനുമായി. ചടങ്ങ് നല്ലതുപോലെ നടന്നു, സമാധാനമായി. ചടങ്ങ് കഴിഞ്ഞില്ലേ, ഇനി ആഹാരം കഴിക്കാം. ആ പൂജാരി, മുഹൂർത്തം കൂടെ കുറിച്ച് തന്നാ നന്നായിരുന്നു. പറയാം. മകരമാസം സപ്തമി വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:23 കഴിഞ്ഞ് 30 മിനിറ്റിനകം, അതായത് നവംബർ മാസം 9-ാം തീയതി വിവാഹത്തിന് അത്യുത്തമം. നമുക്ക് കഴിക്കാം. അപ്പോ കല്യാണവും ഉത്സവവും ഒരുമിച്ചാകുമല്ലോ. അപ്പൊ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. വാ, നമുക്ക് ഉണ്ണാൻ പോവാ. അപ്പോ ഈ സമയവും തീയതിയും നേരം കുറിപ്പടിയിൽ കുറിക്കാലോ. ഇനി എന്താ ആലോചിക്കാൻ, മുഹൂർത്തം കുറിച്ചോ? ആ പത്രിക കൈമാറ. ആ പത്രിക കൈമാറി. എന്തിനാടാ ഇത്ര ആക്രാന്തം? മാമ, ഇവൻ ആരാ വിളിച്ചത്? എനിക്കറിയില്ല, നിന്റെ കൂട്ടുകാരല്ലേ? നിന്നെ ആരാ വിളിച്ചേ? തമാശ പറയുന്നോ? ഇങ്ങനെയുള്ള വിശേഷത്തിന് എന്നെ നിന്നെ ആരെങ്കിലും വിളിക്കണോ? അതൊക്കെ അറിഞ്ഞൊക്കെ കൂട്ടിയാ പോലെ. മഴ കുടിച്ച് നേരം വെളുത്താ പിന്നെ എന്റെ കല്യാണമാ. അറിയാടാ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു. ഐ ആം ഹാപ്പി. ഞാൻ ഹാപ്പിയാടാ. അമ്പലത്തിലെ ജൂനിയർ മമതയുടെ ഡാൻസ് ഉണ്ട്, നമുക്ക് പോകണ്ടേ? ഇനി മമതയും കിംതിയൊന്നും വേണ്ട, എന്റെ സീതാലക്ഷ്മി മതി, അവളുടെ ഡാൻസ് മതി. ഈ പരിപാടി കണ്ട് ആസ്വദിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഈ അനുരാധയുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എന്റെ മൂത്ത മകളെ ഞാൻ മഹാരാഷ്ട്രയിലെ ഒരു മദ്യ വ്യവസായിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. എന്റെ രണ്ടാമത്തെ മകളെ ഞാൻ മൈസൂരിലുള്ള ഒരു സ്വർണ്ണ വ്യാപാരിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ ഇളയ മകൾ സിന്ധുവിനെയാണ്. ഒരു പുരുഷന്റെ ഗന്ധം പോലും ഏൽക്കാത്ത എന്റെ മകളുടെ നൃത്തവും മേനിയഴകും കണ്ട് നിങ്ങൾ ആസ്വദിക്കും. നൃത്താവസാനം ഏറ്റവും കൂടുതൽ പണം നൽകുന്നവർക്ക് അവളെ സ്വന്തമാക്കാം. രാഘവസ്ഥാനമെല്ലാം മതി, പാട്ട് വേഗം തുടങ്ങ. റെഡിയാ?
ചുറ്റിയ പഞ്ചസാര വേണോ അംഗമോഹന ലാവണ്യം വേണോ യാമിനി യാമിനി കാമിനി കാമിനി മോഹിനി റിംബോള 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 അയ്യോ എഴുക്കെഴുക്ക് എടീ എന്റെ കണ്ണു വെട്ടിച്ച് ഒളിച്ചോടാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് വന്നടി കാറ്റും വെളിച്ചവും കൊള്ളിക്കാതെ ലക്ഷങ്ങൾ ചെലവഴിച്ചാ നിന്നെ വളർത്തിയത് നീ ഓടിപ്പോയാ ഞാൻ നോക്കി നിൽക്കുന്നു വിചാരിച്ചു എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നെ ജീവിക്കാൻ അനുവദിക്കണം ഞാൻ കൂലിവേല ചെയ്തെങ്കിലും അമ്മയ്ക്ക് ചിലവായി പണം തിരിച്ചു തരാം കൂലിവേല ചെയ്ത് കിട്ടുന്നോണ്ട് ആഹാരത്തിന് പോലും തികയില്ല പിന്നെ നീ അങ്ങനെ പണം തരും പോയി എഴിയാക്കടി എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഈ തൊഴിൽ ചെയ്യില്ല അമ്മേ എന്താണ് നീ പറഞ്ഞത് നീ എങ്ങനെ ജീവിക്കണം എപ്പ ചാവണമെന്നൊക്കെ ഈ ഞാൻ തീരുമാനിക്കും ഇവിടുന്ന് കടന്നു കളയാമെന്ന് വിചാരിച്ച അത് നിന്റെ അവസാനമായിരിക്കും മര്യാദക്ക് ഡ്രസ് മാറി എഴുന്നേറ്റ് പാടി വരാൻ വാ എന്റെ മകളുടെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടില്ലേ അവളുടെ ഉള്ളം കയ്യിൽ ചുംബിക്കുവാനുള്ള ഭാഗ്യം ആർക്കാണെന്ന് നോക്കാം വേഗം തീരുമാനിക്കൂ റേറ്റ് പറഞ്ഞോളൂ ഇതാ വേണം എത്രയുണ്ട് 50,000. അയ്യോ അത് അവളുടെ നഖത്തിന്റെ വില പോലും ആയില്ല പോടോ എന്റെ പൈസ രംഗ പോടാ പോടാ ഇത് മതിയാവൂ? ഇതെത്രയുണ്ട് 1,00,000. അവൾ കിടന്നുറങ്ങുന്ന പട്ടുമത്തയില്ലേ അതിന്റെ വില പോലും അറിയില്ല പോടാ പോടാ രംഗ ആ ഇനി ആരാ അയ്യോ ഇതാരാ നമ്മുടെ സൂര്യകുഞ്ഞ് വരൂ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ സൂര്യ മുതലാളിയെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ മഹാലക്ഷ്മി ഇത് 10 ഉണ്ടോ എന്താ കൂടുതൽ തന്നെ തിരിച്ചു തരൂ? കുറയില്ലെന്ന് എനിക്കറിയാലോ മോളെ സിന്ധു സൂര്യ മുതലാളി വന്നിരിക്കുന്നു വാ മോളെ വാ പത്തരമാറ്റ തങ്കം മാലയായി കഴുത്തിലിടാം ഒഡ്യാണമായി ഇടുപ്പിലിടാം നിന്റെ ഇഷ്ടം ഇനിവൾ നിനക്ക് സ്വന്തം കൊണ്ടുപോയിക്കോ ഇതെന്താ അതിശയം മുതലാളി എന്താ ഇവിടെ വരേണ്ട സ്ഥലത്ത് വരേണ്ട സമയത്ത് കൃത്യമായിട്ട് ഞാൻ എത്തും. ബാബു ചില്ലറ കൊടുക്കാം. അയ്യോ ഇതെന്താണ് എന്റെ ദൈവമേ അയ്യോ ഇത് മുഴുവൻ എനിക്കാണോ അയ്യോ എന്റെ ഈശ്വരാ ഇത്രയും ചില്ലറ ഇതെല്ലാം വെട്ടും തിളങ്ങുന്നുണ്ടല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവൻ കൊടുത്തത് 1,00,000 നമ്മൾ കൊടുത്തത് 10,000 രൂപയുടെ ചില്ലറ ഇതാണ് ചില്ലറ അനുരാധ എന്ന് പറയുന്നത് മനസ്സിലായ എന്റെ ഐഡിയ എങ്ങനെയുണ്ട് എന്റെ മകൾ കൊണ്ടുവന്ന ഭാഗ്യം ചില്ലറ കിട്ടിയില്ലേ പെണ്ണിനെ ഇങ്ങനെ ഇപ്പൊ തരാം ഇതാ നിന്റെ രൂപ നീ പോ പാമോളെ ഇവരുടെ വണ്ടിയിലേക്ക് കയറാൻ പറ ശരി പാമോളെ പാ ചെല്ലും മോളെ എന്താടാ നിന്റെ നാക്കിറങ്ങിപ്പോയോ? ഇതുകൊണ്ടൊന്നും തീർന്നു കരുതണ്ട, കളി തുടങ്ങിയിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഇന്റർവെൽ. ഇനി കിടക്കല്ലേ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ. എന്റെ ഈ കൈ കൊണ്ട് തന്നെ ആയിരിക്കും നിന്റെ അന്ത്യം ഒന്നും മറക്കണ്ട. രാജേന്ദ്രൻ, 8 കെട്ടിൽ രാജേന്ദ്രൻ. അധികം വെള്ളത്തിലെടുത്താ ഈ നാവ് ഞാൻ എടുക്കും. വാ മോളെ ധൈര്യമായിട്ട് വാ. നോക്ക്, ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു.
നാളെ നേരം വെളുക്കുമ്പോഴൊന്ന് പൊയ്ക്കോളണം. എന്തേലും വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കടാ. അയ്യോ എന്റെ ഇതേ ഉള്ളൂ. എന്റെ തള്ളയുടെ കണ്ണിലെങ്ങാൻ പോയി പെട്ടാ അവള് തന്നെ പിന്നെയും വിൽക്കും. നീ എന്താ ആലോചിക്കണത്? ചാക്ക് കണക്കിന് ചില്ലറ കൊടുത്ത് വാങ്ങിയിട്ട് നിന്നെ ഒന്നും ചെയ്യുന്നില്ലെന്നാണോ? ഇവൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. പക്ഷെ ആ സൂര്യായിരുന്നെങ്കിൽ ഇപ്പൊ പണി കിട്ടിയാലോ. അയ്യോ എന്തിനാണ് എന്നെ അടിച്ചത്? അവന്റെ പേര് നീ എന്തിനാണ് അവിടെ പറഞ്ഞത്? ആ വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാണ് ഇവൻ ചെയ്തത്. നിങ്ങൾ എന്റെ ദൈവമാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. നടക്കില്ല. നീ എന്നെ ഇപ്പൊ മറക്കണം. പുലർച്ചെ ഇവിടുന്ന് പോയി കഴിഞ്ഞാ നമ്മള് തമ്മിൽ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അല്ലേടാ? എന്താ മുതലാളി ഇവിടെ നിൽക്കുന്നത്? വണ്ടിയില് പെട്രോൾ തീർന്നു വേടാ. ബാബു മേടിക്കാൻ വരിക. ആര് പറഞ്ഞ കത്തിയൊക്കെ ഇങ്ങോട്ട് വന്നത്? പറയണോ ഞാൻ പറയിക്കണോ? പറയണം. സൂര്യാണോ പറഞ്ഞത്?
BSc വരെ പഠിച്ചതല്ലേ? രാജേന്ദ്രനാണെങ്കിൽ 7ാം ക്ലാസ്സും. നിങ്ങൾ തമ്മിൽ എങ്ങനെ യോജിക്കും? എന്താ യോജിക്കാത്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ സൗന്ദര്യമോ പണമോ വിദ്യാഭ്യാസമോ ഒന്നുമല്ല പ്രശ്നം. വിവാഹത്തിന് നമ്മൾ എത്ര ചാരിത്രശുദ്ധിയോടെ ഇരിക്കുന്നുവോ അതുപോലെ ചെറുക്കനും ശുദ്ധി ഉണ്ടായിരിക്കണം. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ. എന്റെ ചേട്ടന്റെ സ്വപ്നത്തിൽ പോലും ഞാനല്ലാതെ മറ്റൊരു പെൺകുട്ടിയില്ല. ഇതുവരെ അദ്ദേഹത്തിന്റെ ശ്വാസം പോലും മറ്റൊരു പെൺകുട്ടിയുടെ മേൽ തട്ടിയിട്ടില്ല. രാജേന്ദ്രൻ കല്യാണം കഴിച്ചെന്നോ പറയാൻ നാണോല്ലടാ. എന്തിനാടാ നീയൊക്കെ ആണാന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നത്? അവളെ കൊണ്ടുവരാൻ പോയിട്ട് അവന്റെ അടിയും വാങ്ങിച്ചു വന്ന് വീരവാദം മുഴക്കുന്നോ? അവളിപ്പോ എവിടെ ഉണ്ടാ? സിന്ധു ഔട്ട് ഹൗസിലുണ്ടെണ്ണ. ഉറപ്പാണോ? ഉറപ്പാ. അവന്റെ കുഴി അവൻ തന്നെ കുടിച്ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും അവന്റെ കുടുംബത്തെ നശിപ്പിക്കണം. അണ്ണാ, ആ പെണ്ണിനെ അവൻ കീപ്പായി വച്ചിരിക്കുകയാണെന്ന് ഈ നാട്ടുകാരുടെ മുഴുവൻ പോയി പറയടാ. ശരിയാണ്. നിൽക്ക. ഈ വിവരം ആദ്യം അറിയേണ്ടത് അവന്റെ ഭാര്യയാണ്. തീയില്ലാതെ അവന്റെ വീട് കത്തി എരിയുന്നത് എനിക്ക് എന്റെ കണ്ണറിയെ കാണണം. ശരി, നിങ്ങൾ പോയിക്കോ. ആദ്യരാത്രിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അത് എനിക്കൂടെ ഒന്ന് പറഞ്ഞു തന്നൂടെ? നിന്റെ ആദ്യരാത്രി ആവട്ടെ, പറഞ്ഞു തരാം. സീതേ, ഒരു കാര്യം പറയാനുണ്ട്. നിന്റെ ചേട്ടൻ നല്ലവനാണെന്നും മറ്റൊരു പെണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് നീ വിശ്വസിക്കുന്നു. ഇപ്പോ നാട്ടുകാർ ചിലരൊക്കെ പറയുന്നുണ്ട് സീതേ, നിന്റെ ചേട്ടന് ഡാൻസ് കളിക്കാൻ വന്ന ഒരു പെണ്ണുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് നാട്ടിൽ സംസാര വിഷയമാ. കേട്ടത് പറഞ്ഞെന്നേ ഉള്ളൂ, നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. എന്താ ചേട്ടാ ആകെ ഡള്ളായിരിക്കുന്നേ? ആകെ വിയർത്തല്ലോ. സാധാരണ ആദ്യ രാത്രിയിൽ പെണ്ണുങ്ങളാ ടെൻഷൻ അടിക്കുന്നത്. ചേട്ടൻ എന്ത് പറ്റി? അത് സീതേ, നിന്റെ കൂട്ടുകാരി പുറത്തു വെച്ചൊരു കാര്യം പറഞ്ഞില്ലേ? അതെ, പറഞ്ഞു. അതിനെന്താ? അത് നീ വിശ്വസിച്ചോ? എന്നെ നിനക്ക് ഒട്ടും സംശയമില്ല? ലോകം മുഴുവൻ ചേട്ടൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. ഒരുപക്ഷെ ആ പെണ്ണ് പറഞ്ഞത് സത്യമാണെങ്കിൽ? ചെയ്യില്ല. എന്റെ ചേട്ടൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാ. കൊച്ചുകുട്ടികൾ കുസൃതി കാണിക്കും, പക്ഷെ ദ്രോഹിക്കില്ല. എങ്കിലും ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി. തമാശ പറഞ്ഞതൊക്കെ മതി, ലൈറ്റ് ഓഫ് ആക്കട്ടെ. സീത, ഞാൻ പറഞ്ഞത് സത്യം. നോക്ക് ചേട്ടാ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ. ഇല്ല സീത, ആ പെണ്ണ് പറഞ്ഞത് സത്യം. ഞാൻ നിന്നെ വഞ്ചിച്ചു. എന്നോട് ക്ഷമിക്ക് സീത. സീത, ഇത് ഞാൻ പറയട്ടെ. മോളെ സീതേ, എന്റെ മകൻ ചെയ്ത തെറ്റ് ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റുന്നതല്ല. അവനെ പ്രസവിച്ച തെറ്റിന് നീ എന്ത് ശിക്ഷ തന്നാലും ഞാൻ അനുഭവിച്ചോളാം. അവൻ ചെയ്ത തെറ്റിന് നിന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല മോളെ. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം എല്ലാം നിന്റെ കയ്യില്ല മോളെ. നീ ഇങ്ങനെയുള്ള കടും കൈ ഒന്നും കാണിക്കരുത്. ഈ അമ്മ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അപ്പോഴത്തെ
ദേഷ്യത്തിന് ഞാൻ അങ്ങനെ ചെയ്തു. ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്റെ വിധി അങ്ങനെ ആയിപ്പോയി. ഞാൻ അനുഭവിച്ചോളാം. എന്നോടപ്പച്ചി ക്ഷമിക്കണം. ഇനി അങ്ങനെ ചെയ്യില്ല. അപ്പച്ചി വിഷമിക്കരുത്. അപ്പച്ചി പോയി കിടന്നോളൂ. അച്ഛ നിങ്ങളും പോയി കിടന്നോളൂ. സീതേ, നോക്ക്, മരിക്കണ്ടെന്നൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയിരിക്കുക. ഞാൻ ഇവിടെ ജീവിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ഈ നിഴൽ പോലും ഇനി എന്റെ മേൽ പതിക്കരുത്. നീ എന്തിനാണ് ഈ തിരക്കുന്നേ? എടി പെണ്ണെ, അവനിനി എന്ത് ചെയ്യും? ഒരുപാട് പറയാൻ. എന്നിട്ട് എന്തായി? വേഗം പറ. അല്പം വട്ട, പക്ഷെ എന്നെ വലിയ ഇഷ്ടമാ. ഈ കാര്യം എങ്ങാനും അങ്ങനെ അറിഞ്ഞാലേ നിങ്ങളുടെ കാര്യം നോക്കാം, എല്ലാവരുടെയും കാര്യം നോക്കാം. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങോട്ട് വരാൻ സമയം പറ. ചുട്ടുകൊള്ളം പെണ്ണിൻ മനസ്സിൽ മാറിയായി പെയ്തൊഴിയേണം. ഓടെടുത്ത് മെല്ലെ വിളിക്ക് തേരിൽ മുക്കിയ വാക്കുകളോട് അവളുടുള്ളിൽ 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 കയറിയിരിക്കാൻ ഇനിയും താമസമെന്റെ സ്നേഹരാഗമായി ബാബാ ഈ നിലാവിലെന്റെ പൊന്നെ. സ്നേഹരാഗമായി ബാബാ ഈ നിലാവിലെന്റെ പൊന്നെ. വേഗം വേഗം വാ എന്താ
ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക ഈ പെണ്ണ്. ഒരു വട്ടം ചെയ്ത തെറ്റിന് ഞാനിപ്പോ ബ്രഹ്മചാരിയായി ജീവിച്ചോണ്ടിരിക്കുക. ആന്റി അടിച്ചോ? അപ്പൊ അങ്കിൾ അടിക്കട്ടെ. അങ്കിളും ആന്റി എന്നെ അടിച്ചു. എന്റെ മകനെ വഴിതെറ്റിക്കാൻ ജനിച്ചവൻ. എടാ, എല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നടിക്കുന്നു. എന്തിനാ എല്ലാവരും എന്നെ അടിക്കണേ? ഇന്നലെ രാത്രി എന്താണ് ആവശ്യം നടന്നത്? പറയടാ. ഇന്നലെ ഔട്ട് കേസിൽ നടന്നത് ഞാനുമായി യാതൊരു ബന്ധവും ഇല്ല. എല്ലാം രാജേന്ദ്രന്റെ പണിയാണ്. കള്ളം പറയുന്നോ? നീ തന്നെ അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നെന്ന് എനിക്കറിയാം. അതാ ഞാനും ആലോചിക്കണത്. എന്നോട് പറയാതെ അവൻ ഒന്നും ചെയ്യില്ല. ഇന്നലെ നടന്ന സംഭവവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അടിക്കും ഞാൻ. ആ വശക്കാരി അവനോടൊന്ന് പറയടാ. പറയടാ. അവളെ ഇന്നലെ തന്നെ പറഞ്ഞു. സരക്കുമ്പോ ചെറുക്കാൻ ഇറക്കുമ്പോ ചെറുക്കാൻ കറുത്ത കോഴി പുറകെ പോട്ട് എവിടേക്കാ? എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഒറ്റ രാത്രി കൊണ്ട് അവനെ മതിയാക്കിയോ? ഞാൻ കാരണം അവരുടെ ജീവിതം തകരരുത്. തകരില്ല, കൊല്ലും ഞാൻ. എങ്ങനെയെന്ന് ചോദിക്കേ, ഞാൻ പറയാം. ഞാനിപ്പോ നിന്നെ കൊല്ലും. നിന്റെ ശവം കൊണ്ട് എന്ന് അവന്റെ ഔട്ട് ഹൗസിലിടും. നിന്നെ പീഡിപ്പിച്ച് കൊന്നതിന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യും. പിന്നെ കോടതി, തൂക്കുകയർ. അതോടെ അവന്റെ കുടുംബം നാമാവശേഷമാകും. ഒന്നൊന്നായി നശിച്ചവൻ ഒന്നുമല്ലാതായി തീരുന്നത് എനിക്ക് കാണണം. അങ്ങനെയൊന്നും ചെയ്യരുത്. അവർക്കൊന്നും സംഭവിക്കരുത്. അവർ സന്തോഷമായി ജീവിക്കട്ടെ. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ അനുസരിച്ചോളാം. ആഗ്രഹിച്ചവണ്ണിനെ എന്തിനാ മുതലാളി വിട്ടുകളഞ്ഞത്? ഒരുത്തൻ കഴിച്ചതിന്റെ ഉച്ചിഷ്ടം ഞാൻ കഴിക്കാറില്ല. മുതലാളി, എന്താ പെണ്ണിന്റെ ഒരു സൗന്ദര്യം? എന്തിനാ വിട്ടുകളഞ്ഞത്? ഇത് വെറും പെണ്ണല്ലടാ, രാജേന്ദ്രന്റെ നാശത്തിന് വന്ന 7 അശ്വിനി. ഇവളിതുവരെ പോയില്ലടാ. എടി, നീ ഇതുവരെ പോയില്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? പോ, വേഗം പോ. എന്നോട് ക്ഷമിക്കണം. എന്തിന്? എന്നെ രക്ഷിച്ചത് അന്നല്ലേ? ദയവായി എന്നോട് ഇവിടെ വിട്ടു പോകാൻ മാത്രം പറയരുത്. എന്നെ ഇപ്പൊ ഇവിടെ ഇറക്കി വിട്ട് എന്റെ ജീവിതം നശിച്ചു പോകും. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഞാനിവിടെ കഴിഞ്ഞോളാം. ആ രാത്രി നടന്നതിനൊക്കെ അങ്ങേ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അന്ന് സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു പോയി. അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കാം. നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് സത്യമായും ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. നിങ്ങളുടെ തോട്ടത്തിൽ എത്രയോ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. അവരിൽ ഒരാളായി എനിക്കൊരു ജോലി തന്നൂടെ? എന്താടാ ഇത്? റൂട്ട് മാറി വരുന്നുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഒരു മിനിറ്റ്. അവള് പറഞ്ഞതാ കറക്റ്റ്. എന്ത് കറക്റ്റ്? മോന്തത്തിൽ കീറുന്നുണ്ടല്ലോ. അടിച്ചോ അടിച്ചോ, എല്ലാരും കൂടെ അടിച്ചോ. ഇവള് കാരണമല്ല എന്റെ സീത എന്നോട് പിണങ്ങിയത്. എന്തിനാണ് അവളെ കുറ്റം പറയണത്? വെള്ളം അടിച്ച് ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണായിരുന്നു. എല്ലാവർക്കും കല്യാണത്തിന് ശേഷം ഫസ്റ്റ് നൈറ്റ്. ഇവന് കല്യാണത്തിന് മുമ്പല്ലേ ഫസ്റ്റ് നൈറ്റ്? അനുഭവിച്ചോ. നിന്റെ ഒടുക്കത്തെ വായ നടക്കി. ഞാൻ വായടക്കാം, പക്ഷെ അവള് വലിയ ദേഷ്യത്തിലാണല്ലോ. അവൾക്ക് ദേഷ്യം വന്ന എനിക്കെന്താ? ഇവളെ ഈ വീട്ടിൽ വെച്ചിരിക്കുന്നത് തന്നെ വ്യഭിചാര കുറ്റ. ഓൾറെഡി ടോർച്ചർ കേസ്, റേപ്പ് കേസ് രണ്ടും കൂടി കൂട്ടി 17 വർഷം നീ അകത്താ. നിർത്തറ, നീ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിക്കണം. ഞാനല്ലേ, നീ വാ. ഈ കാര്യം സീത എങ്ങനെ അറിഞ്ഞാലോ? സീതയുടെ കാര്യം ഞാൻ ഏറ്റു. ഇവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്ത് ഞാൻ ഇവിടുന്ന് ഓടിച്ചോളാം. ധൈര്യമായിട്ട് നിൽക്ക. സിന്ധു, രാജേന്ദ്രന് സ്ത്രീകളോട് വളരെ വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിച്ചോളൂ. പക്ഷെ ഒരു കാരണവശാലും ഔട്ട് ഹൗസ് വിട്ട് പുറത്തേക്ക് വരരുത്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ശരി, വള. നിനക്ക് കൂട്ടിന് ഒരു വേലക്കാരി ഏർപ്പാടാക്കി തരാം. മതിയോ? നീ വരുന്നുണ്ടോ? വരുവാ. സർവ ആരോഗ്യ പ്രാപ്തിനസ്തു. ഈ മാലയിട്ട് അച്ഛന്റെ സമാധി പോയി നന്നായി പ്രാർത്ഥിച്ച് നമസ്കരിക്കും. ആയുരാരോഗ്യ പ്രാപ്തിനസ്തു. ഈ മാല എടുത്ത് അച്ഛന്റെ സമാധിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചോളൂ.
ജീവനുള്ളിടത്തോളം കാലം ആ വീട് ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. അത് എന്റെ കുടുംബസ്വത്ത്. അത് ഞാൻ തന്നെ സ്വന്തമാക്കും. കോടതി വിധി വരട്ടടാ. നിന്നെ ഇവിടെ തന്നെ ഞാൻ കുഴിച്ചു മൂടും. അത് തന്നെയാടാ ഞാനും പറയുന്നത്. ആരാരെ കുഴിച്ചു മുട്ടുന്നു നമുക്ക് കാണാം. എന്താ ഇത്? രണ്ടുപേരും ഒരേ കുഴിമാടത്തിൽ മാല ചാർത്തുന്നേ? അതോ അവര് രണ്ടുപേരും ഒരേ അച്ഛന്റെ മക്കളാ. യഥാർത്ഥ മകൻ രാജേന്ദ്രനും സൂര്യവേലക്കാരിയിൽ ഉണ്ടായതുവാ. അവനെ തന്തയുടെ കാനലായിട്ട് ജനിച്ചവനാ. ഈ നാട്ടിൽ അവൻ ചെയ്തു കൂട്ടാത്ത തെമ്മാടിത്തരങ്ങളില്ല. മദ്യപാനവും വ്യഭിചാരവും അവന്റെ തൊഴിൽ. അത് ചോദിക്കാൻ ചെന്ന സ്വന്തം തന്തയെ തന്നെ. കോർട്ട് നോട്ടീസ്. നിങ്ങളുടെ സ്വത്തിൽ നിന്ന് എനിക്ക് അവകാശം വേണമെന്ന് പറഞ്ഞ് ഞാൻ അയച്ച കോർട്ട് നോട്ടീസ്. ഞാൻ ഏത് ജന്മത്തെ ചെയ്ത പാപത്തിന്റെ ഫലമാടാ നീ എനിക്ക് മകനായിട്ട് ജനിച്ചത്. മതി, ഒരു താലി പോലും കെട്ടാതെ എന്റെ ഭാര്യയായിട്ട് ജീവിച്ചവളാ നിന്റെ അമ്മ. അവള് മരിക്കുന്നതിന് മുൻപ് ഒരു കാര്യമേ എന്നോട് പറഞ്ഞുള്ളൂ, നിന്നെ എന്റെ മകനായി അംഗീകരിക്കണമെന്ന്. അതുകൊണ്ടാ ഇത്രയും നാള് നീ ചെയ്തു കൂട്ടിയതല്ല ഞാൻ സഹിച്ചത്. നീ ചോദിച്ചപ്പോഴല്ല ലക്ഷങ്ങൾ ഞാൻ തന്നിട്ടില്ലേ? നിന്റെ കടക്കാർ പണം ചോദിച്ച് എന്റെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അപമാന ഭയം കാരണം ആ കടകളെല്ലാം ഞാൻ വീട്ടിയിട്ടില്ലേ? നീ ഒന്ന് ഓർത്തു നോക്ക്. നാട്ടിൽ എനിക്കുള്ള പേരും പ്രശസ്തിയുമല്ല നീ ഒരുത്തം കാരണം എനിക്ക് നഷ്ടപ്പെട്ടില്ലടാ. എന്നിട്ട് നീ ഇപ്പൊ അവകാശം ചോദിക്കുന്നു എന്നോട്. ഇതെന്റെ പരമ്പര സ്വത്താ. ഇത് ചോദിക്കാൻ എന്ത് അവകാശം നിനക്കുള്ളത്? ഒരു പൈസ പോലും നിനക്ക് കിട്ടില്ല. നീയുമായ ഒരു ബന്ധമില്ലടാ എനിക്ക്. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അന്ന് തുടങ്ങിയതാ ചേട്ടനും വനിയനും തമ്മിലുള്ള ഈ പക. ഒരു ദിവസം ഇത് ആളിക്കത്തും. ആ എന്റെ മോൾ എന്ത് പറയുന്നു രാജേന്ദ്ര? എന്ത് പറയാനാ, നിങ്ങളുടെ അല്ലേ മോള്. ആദ്യമൊക്കെ കുറച്ച് ദേഷ്യം കാണും, പിന്നെ പിന്നെ അതങ്ങ് മാറിക്കോളും. ബാക്കിയെല്ലാം നിന്റെ കയ്യിലാ. എന്റെ കയ്യിൽ ഈ പേനയും പുസ്തകവും മാത്രമേ ഉള്ളൂ. അല്ല മോനെ, ഞാനൊരു ഐഡിയ പറയട്ടെ. വേണ്ട. ആ നമസ്കാരം, വാ വാ. എന്താടാ ഇത്? പാസറാണ്. ആർക്ക്? ഇവിടുത്തെ കൊച്ചിന്. ഓ, ആര് പറഞ്ഞിട്ടാ? മുതലാളി പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ആ ശരി ശരി. ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആഹാ, മനോഹരമായിരിക്കുന്നു. നല്ല ഡിസൈൻ. എടി ഇങ്ങ് വന്നേ, എല്ലാരും വാ. സീത നീയും വാ. എന്താ വിളിച്ചത്? വരുന്നു. നീ എന്താ മോളെ അവിടെ നിൽക്കുന്നത്? ഇനി അടുത്ത് വാ. വാ. എവിടെ പോകുന്നു മോനെ? നിന്റെ കൈ കൊണ്ട് നീ പാസരം കൊണ്ട് കെട്ടിക്കൊടുക്ക്. അത് വേണ്ട മാവ, അവള് തന്നെ കെട്ടിക്കോളും. എടാ മണ്ട, ഭർത്താവിന്റെ കൈ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഭാര്യയ്ക്കുണ്ടാവുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാ. കെട്ടിക്കൊടുക്കടാ. നോട്ടം കണ്ടില്ലേ? കെട്ടിക്കൊടുക്ക് മോനെ. പെട്ടെന്ന് കേട്ടടാ.
ഈ കാണിച്ചത്? ഇയാൾ എന്നെ തൊടാൻ പാടില്ല. തൊട്ടതുകൊണ്ടാ ഞാനിങ്ങനെ ചെയ്തത്. അവൻ നിന്നെ തൊടാനുള്ള അവകാശമുണ്ട്. ഇല്ല. ചെയ്ത തെറ്റ് ഇവൻ നിന്റെ അടുക്ക വന്ന് ഏറ്റു പറഞ്ഞില്ലേ? സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? വിഷം കഴിച്ച് മരിക്കുമായിരുന്നു. ഇതിലും ഭേദം അതായിരുന്നു. നോക്കച്ചാ, എന്നെ വഞ്ചിച്ചാളുടെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കില്ല. ജീവിക്കണ്ട, നീ ജീവിക്കണ്ട. ഇവൻ വൃത്തികെട്ടവനും നിന്നെ വഞ്ചിച്ചവനുമാണ്. പക്ഷെ 3 വർഷം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച കാലത്ത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലേന്ന് ഇവൻ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? എന്താ ശരിയല്ലേ? എന്താണ് നീ കാണിച്ചത്? നോക്ക് മാമ, നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കും, പക്ഷെ എന്റെ ഭാര്യ എനിക്ക് വിശ്വാസ. അവളെ പറ്റി ആരെങ്കിലും അനാവശ്യം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞോ? അച്ഛാ, എന്തിനാ മോളെ ഞങ്ങളെ വിഷമിപ്പിക്കുന്നേ? ഞാൻ എന്താ ചെയ്യണ്ട? അത്രത്തോളം ഞാൻ വിശ്വസിച്ചു പോയി. എന്നെ മനഃപൂർവ്വം ചതിക്കായിരുന്നില്ലേ? മറ്റൊരുത്തിയുടെ കൂടെ ജീവിച്ചിട്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലേ? ഞാനതെങ്ങനെ സഹിക്കു വെച്ച? സത്യം അറിയാതെ മോള് സംശയിക്കുന്നത്. അന്ന് എന്താ സംഭവിച്ചെന്നറിയോ? അമ്മവാ, എന്താ മോനെ, എന്താ നിനക്ക് പറ്റിയത്? നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഉറക്കൊഴിയണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മവാ, ഈ കല്യാണം നടക്കാൻ പാടില്ല അമ്മവാ. എന്താ എന്താ നീ പറഞ്ഞത്? എന്റെ സീതാലക്ഷ്മി വഞ്ചിച്ചവനാണ് ഞാൻ. തെറ്റ് ചെയ്തവനാണ് ഞാൻ. നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല. നീ അറിഞ്ഞോണ്ട് ചെയ്ത തെറ്റല്ലല്ലോ മോനെ അത്. അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും തെറ്റല്ലതാകൂ. മോനെ, നീ ഓരോന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഈ വിഷയം അവൾ അറിയാതിരുന്നാ പോരെ? അത് അവളോട് ചെയ്യുന്നൊരു തെറ്റാ. ഈ വിവരം ഇപ്പൊ തന്നെ അവളോട് തുറന്നു പറയണം എനിക്ക്. ഈ വിവരം നീ ഇപ്പൊ അവളോട് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് അവളുടെ ജീവിതമായിരിക്കും. അവളുടെ കുറ്റം കൊണ്ടാണ് ഈ വിവാഹം നടക്കാതെ പോയതെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കും. അതോടെ ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും തകരും. ഈ മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കണം. അങ്ങനെ നടന്നില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യും. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. ഈ അച്ഛൻ പറയുന്നത് മോള് വിശ്വസിക്കണം. മനസ്സിൽ വഞ്ചനയുള്ളവനായിരുന്നെങ്കിൽ ഒരിക്കലും ആ സത്യം അവൻ എന്നോട് തുറന്നു പറയില്ലായിരുന്നു മോളെ. ഇനിയെങ്കിലും നീ അവനെ വിശ്വസിക്കണം, ആത്മാർത്ഥമായി സ്നേഹിക്കണം. അവനൊരു പാവാ മോളെ. ബാബു, എന്തിനാണ് കരയുന്നത്? ഞാൻ സാക്ഷാൽ ഹരിചന്ദ്രനെ ഓർത്തു പോയടാ. സത്യം പറഞ്ഞതിന് അദ്ദേഹം ചുടുകാട്ടിൽ കാവൽക്കാരനായി പോകേണ്ടി വന്നു. നിന്റെ അവസ്ഥ അതിലും ദയനീയമാണ്. ഇത് കണ്ട് ആരാ കരയാത്തത്? നിന്റെ നിഴല് പോലും കാണരുതെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തല്ലിയ സീതയെ കൊണ്ട് നിങ്ങളാണ് എന്റെ ദൈവമെന്ന് ഞാൻ പറയിക്കൂടാ. നിനക്കെന്ത് വട്ടായോ? എന്താടാ അത്? പറയാം. ജീരകം, കരിഞ്ചീരകം, പെരിഞ്ചീരകം, മാതളം എല്ലാം സമൂലം അരച്ചെടുത്തൊരു മരുന്നാണ്. മരുന്നോ? ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ? ഇതിലൊരു 30 ഔൺസ് എടുത്ത പാല്, തേന്, പനിനീര്, നെയ്യ്, ഗോമൂത്രം മതി. ഇതിലേതെങ്കിലും ഒന്നിൽ ചാലിച്ച് നീ അവിടെ സേവിപ്പിച്ചാൽ നീ വരും എന്നും പറഞ്ഞ് നിന്റെ ചുറ്റും കിടന്ന് അവൾ കറങ്ങും. ഇത് കൊണ്ടുപോയി ഞാൻ സീതാലക്ഷ്മിക്ക് കൊടുത്താ അവൾ എന്നോട് സ്നേഹം കാണിക്കും. ഒറ്റ കീറിയും ഇതിന്റെ ബാക്കി ഞാൻ ഒരുപാട് കേട്ടതാ. എന്താണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കൊണ്ടുവന്ന മരുന്നാ അത്? എനിക്ക് അവളുടെ ശരീരം അല്ലട വേണ്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ ആദ്യ രാത്രി തന്നെ എനിക്ക് അവളെ അനുഭവിക്കായിരുന്നു. പക്ഷെ എന്റെ മനസ്സാക്ഷി അനുവദിച്ചില്ല. അതുകൊണ്ട് മാത്രം. അവൾക്കെന്നെ അറിയില്ല. ആത്മാർത്ഥമായ ഇത്തിരി സ്നേഹത്തിനും ക്ഷമിച്ചു എന്ന് അവൾ പറയുന്നൊരു വാക്കിനും വേണ്ടിയാ ഞാൻ ജീവിക്കുന്നു തന്നെ.
എന്തൊരു കഷ്ടം ഇത്, മനുഷ്യനെ പുറത്തിറക്കാൻ പോലും സമ്മതിക്കില്ല. അകത്ത് വന്ന് കിടക്കാം. എന്നോടുള്ള ദേഷ്യമൊക്കെ മാറി. എന്നോട് ക്ഷമിച്ചോ? സത്യ? നാവിൽ നീ തെന്മഴയായി, എന്റെ ഉള്ളിൽ നീയായി, മുടിയിലെ മല്ലികപ്പൂ പോൽ തയ്യാറേ. കനവിലും നീയാണേ, നിലവിലും നീയാണേ. സ്വർഗം മണ്ണിൽ സൗഭാഗ്യം. കഥകൾ മൊഴിയാം, ചിരിയുടെ കുഞ്ഞോളത്തിൽ കാണാമേട്ടിൽ മിന്നാരം മിന്നാ. പാലിരിക്കട്ടെ, നിങ്ങൾ തമ്മിൽ അന്ന് അവിടെ എന്താ സംഭവിച്ചത്? എവിടെ? അത് തന്നെ, ആ മാറ്റർ. ഇപ്പൊ തന്നെ പറയണോ? പറയുന്നുണ്ടോ? പറയാ. അല്ല, അത് പിന്നെ അന്ന് രാത്രി ഞാൻ അല്പം ഫിറ്റ് ആയിരുന്നു. എന്ത്? അല്ല, മദ്യം ഓവറായിട്ട് അടിച്ചല്ലേ? ആ, ബാക്കി പറ. കാലുതെറ്റി രണ്ടുപേരും താഴത്തേക്ക് വീണു. അവള് താഴത്ത് വീണപ്പോ ഞാൻ മേലെ, അവള് കീഴെ, മേലെ മേലെ. നിർത്തുന്നുണ്ടോ? ഇതെന്താ ക്രിക്കറ്റ് മാച്ചോ? ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ? നീ തന്നെയല്ലേ പറഞ്ഞു പറയാൻ. അതിനിങ്ങനെ പറയണോ? പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പം. ഇനി ഞാനൊന്നും പറയില്ലേ. എന്ത്? ഇനിയൊന്നും പറയില്ലെന്നോ? അപ്പൊ വീണ്ടും തെറ്റ് ചെയ്യാൻ തീരുമാനിച്ചോ? ഒരു പ്രാവശ്യം ചെയ്ത തെറ്റിന് ഞാൻ ഇത്രയും അനുഭവിച്ചു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സീതേ. ശരി ശരി, നിങ്ങളുടെ അഭിനയെല്ലാം ഇതോടെ മതിയാക്ക്. ഇതെന്താന്നറിയോ? കത്തി. ജീവിതകാലം മുഴുവൻ വെള്ളസാരി ഉടുക്കേണ്ടി വന്നാലും ഇനി തെറ്റ് ചെയ്തെന്നറിഞ്ഞ തലേനടയിൽ കത്തി വെച്ചാ എങ്ങനെ മൂട് വരണേ? ആർക്ക്? നിങ്ങൾക്കോ? ആഹാ, തലയിടക്കടിയിൽ ആറ്റം ബോംബ് വെച്ച് കിടന്നാലും നിങ്ങൾക്ക് മൂട് വരും. ഏയ് നിർത്ത്.
ആക്ട് ചെയ്യുന്നു. അതെ, ലൈറ്റ് അണച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക്. അയ്യോ എന്തു പറ്റി മോളെ? എനിക്കറിയില്ല അമ്മേ, തല ചുറ്റുന്നു, ശരീരമൊക്കെ വേദനിക്കുന്നു. നിനക്ക് വയറ്റിലുണ്ട് മോളെ. ആരാ മോളെ? വിവാഹം കഴിക്കാതെ ഞാൻ ഗർഭിണിയായി. എന്റെ ഈ അവസ്ഥ ലോകത്തിലെ ഒരു പെണ്ണിനെ ഉണ്ടാവരുത്. ഈശ്വരനല്ലാതെ മറ്റാരും എനിക്കില്ല അമ്മേ. അയ്യോ കരയാതെ മോളെ. അമ്മ എനിക്കൊരു സഹായം ചെയ്തു തരൂ. പറ മോളെ. ഒരു വയറ്റാട്ടിയെ വിളിച്ചോണ്ട് വരൂ. എന്തിനാ മോളെ? ഈ ഗർഭം അലസിപ്പിക്കാൻ. അങ്ങനെ ചെയ്യരുത്. ഒരമ്മയാകാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. കല്യാണം കഴിക്കാതെ ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച സമൂഹം ഞങ്ങളെ അംഗീകരിക്കൂ. എനിക്ക് കുഞ്ഞിനെ വേണ്ട. രാജേന്ദ്രനെങ്കിലും ഈ വിവരം ഒന്ന് അറിയിക്കണ്ടേ മോളെ? വേണ്ട അമ്മേ, അദ്ദേഹം ചെയ്തു തന്ന സഹായത്തിന് എന്റെ ജീവൻ കൊടുത്താലും മതിയാവില്ല. ഈ കുഞ്ഞു കാരണം അദ്ദേഹത്തിന് ഒരു ദോഷം ഉണ്ടാവരുത്. ഇതിനെ ഇല്ലാതാക്കിയാൽ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഈ കാര്യം ആരും അറിയരുതമ്മേ. വയറ്റാട്ടിയെ വിളിച്ചോണ്ട് വാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ മോളെ? അയ്യോ മോളെ, എന്താ? എന്റെ പൊന്നു മോള് ഉമ്മ. ഇവിടെ ഗർഭിണിയാ. ആ ചന്ദ്ര, നമുക്ക് വിശേഷമുണ്ട്. മോനെ മോനെ, എന്താ അവിടെ സീത ഛർദിക്കുന്നു. അയ്യോ അയ്യോ നീ ഒരു ആണാണെന്ന് തെളിയിച്ചു. അതിപ്പോ അവിടെ ഛർദിക്കുന്നതിന് മുമ്പ് ഞാൻ ആണ് തന്നെയല്ലേ? എടാ വിവരദോഷി, നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന്. ആണോ? ആ അയ്യോ എന്തു പറ്റി മോളെ? എഴുന്നേക്ക് മോളെ. മോളെ എഴുന്നേക്ക്. നീ എന്ത് മരുന്നാ ഇവക്ക് കൊടുത്തത്? ഇവിടെ ഛർദി മാറുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് തലകറങ്ങി വീഴുന്നു. നീ ഇവളെ ഒന്ന് പരിശോധിക്ക്. പരിശോധിക്കാൻ ഒന്നുമില്ല അമ്മേ, ഇവൾ ഗർഭിണിയാണ്. അപ്പൊ ഞാൻ കഴിച്ചു മരുന്നു? മോളെ, അന്ന് ഞാൻ തന്ന മരുന്ന് ഗർഭം അലസാനുള്ളതല്ല, കുഞ്ഞു വളരാനുള്ളതായിരുന്നു. എന്തിനായി ചതി ചെയ്ത്? അരച്ച സന്താനം മണക്ക കുങ്കുമം മുളക് സിന്ധുവിന്റെ ഗർഭം കിളക്കാൻ മരുന്നുണ്ടാക്കുമല്ലേ? ഉണ്ടാക്കിക്കോ, വേഗം ഉണ്ടാക്കി കൊടു. അത് കഴിച്ച കുഞ്ഞു ചാവട്ടെ. ആ കുഞ്ഞു ചത്താപ്പന്നെ നിന്നെ ഞാൻ കൊല്ലും. നീ കൊടുക്കുന്ന മരുന്ന് കഴിച്ചാൽ ആ കുഞ്ഞു മരിക്കാൻ പാടില്ല, അത് വളരണം. മറിച്ചെങ്ങാനും സംഭവിച്ചാലുണ്ടല്ലോ, നിന്റെ കുടുംബം മുഴുവൻ ഞാൻ നശിപ്പിക്കും. മനസ്സിലായോ? അണ്ണാ, ആ കുഞ്ഞ് ജനിച്ചാലും മരിച്ചാലും നമുക്കെന്താ? മണ്ടൻ, മരമണ്ടൻ. വളരട്ടെടാ, വളരട്ടെ. അവളുടെ വയറ്റിൽ വളരുന്നത് വെറും ഒരു കുഞ്ഞല്ല, രാജേന്ദ്രന്റെ കാൽനട. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലേ? എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ആശുപത്രിയിൽ കാണിക്കാതാ നല്ലത്. എന്നോട് ക്ഷമിക്കണം. വാ വേഗം വാ, വന്ന് വാങ്ങിക്കോ. സീതേ, നല്ല വെയിലുണ്ട്, നീ അകത്തേക്ക് വെക്കും. അമ്മേ, ഇവിടെ കുറച്ചു നേരമായിട്ട് നിൽക്കല്ലേ, വിളിച്ചകത്തേക്ക് കൊണ്ടുപോകും. ചെല്ലടി. ശരി. നീ
നീയും അകത്ത് വയ്ക്കോ, ഞാൻ അവനോടും സംസാരിക്കട്ടെ. മോനെ, എന്റെ മകൾക്ക് വേണ്ടി നീ ഈ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. അമ്മാവൻ ഇങ്ങനെ വെറുതെ വെയിലോട്ട് കഷ്ടപ്പെട്ട കാര്യമുണ്ടോ? അതിനും വേണ്ട ഒരു ഭാഗ്യം. അമ്മാവൻ ചെല്ല്. എന്താ ലിസ്റ്റ് പ്രകാരമല്ലേ വാങ്ങിച്ചത്? ഒരെണ്ണം കൂടുതലുണ്ടല്ലോ. ഞാൻ ലിസ്റ്റ് പ്രകാരം മേടിച്ചത്. പിന്നെ എങ്ങനെ കൂടുതൽ വന്നത്? ഒരാളെ വിളിച്ചില്ലല്ലോ. ആരെ? നമ്മുടെ സിന്ധു. ദേ, ഇപ്പോഴാ മനസമാധാനമായിട്ട് കുടുംബത്തെ താമസിക്കുന്നത്. വെറുതെ അത് ഇല്ലാണ്ടാക്കരുതട്ടോ. നീ നാട്ടുകാർക്കെല്ലാം വസ്ത്രം വാങ്ങി കൊടുത്തില്ലേ? നിന്റെ കൈകൊണ്ട് അവൾക്കും ഒരു വസ്ത്രം കൊടുത്താൽ അവൾക്ക് അതൊരു വലിയ സന്തോഷ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് ഞാനില്ല. നീ കൊണ്ടുപോയി കൊടുത്താൽ മതി. നിനക്ക് വേണമെങ്കിൽ നീ തന്നെ കൊണ്ട് കൊടുക്ക. ശരി എന്നാ വാ. ഞാനെന്തിനാ നിന്റെ കൂടെ വരുന്നത്? ഹലോ, ദേ വരണു. സീതാലക്ഷ്മി ഗർഭിണിയാണ്. അതെയോ? വളരെ സന്തോഷം. എല്ലാവർക്കും വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. നിനക്കും കൂടി ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ഏതൊരു പെണ്ണും അവളുടെ ഭർത്താവ് അരികിൽ എപ്പോഴും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. എന്നാ ഞാൻ പോട്ടെ. പോയോ മോളെ? പോയമ്മേ. അയ്യോ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. കാലം കാണാൻ തെറ്റി വീണ വൈകി കിടക്കുന്ന കുഞ്ഞിന്റെ സ്ഥിതി എന്താവും? നീ ഗർഭിണിയാണല്ലേ? എന്തൊരു പരീക്ഷണ ദൈവമേ. അങ്ങയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. വാ, ഹോസ്പിറ്റലിൽ പോവാം. എന്തിന്? ഈ ഗർഭാലസിപ്പിക്കാം. എന്തൊരു പാരമ്പര്യ നിങ്ങളുടേത്. സാധാരണ പാരമ്പര്യമായി BP വരും, ഷുഗർ വരും. പക്ഷെ നിങ്ങൾക്ക് പാരമ്പര്യമായി സെറ്റപ്പ് ആണല്ലോ വരുന്നത്. നോക്കൂ, എന്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, അതുകൊണ്ട് ഞാനും ഡോക്ടറായി. പാരമ്പര്യം നിലനിർത്തി. നിന്റെ അച്ഛന് സെറ്റപ്പ് ഉണ്ടായിരുന്നു, നിനക്കും ഇപ്പൊ സെറ്റപ്പായി. എന്തായാലും അച്ഛന്റെ മകൻ തന്നെ. അതെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. ഇവള് ഗർഭിണിയാണ്. ആ, കൺഗ്രാറ്റ്സ്. നല്ല കുട്ടി ജനിക്കട്ടെ. അല്ല, ഇപ്പോ ഈ കുഞ്ഞ് വേണ്ടെന്ന. ഓഹോ, അബോഷനാ? എന്താ, നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ? ശരി, നിങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം അതാണെങ്കിൽ ഞാനിപ്പോ അതിനെ കുറിച്ച് എന്തു പറയാനാ? ഇയാൾ അകത്തേക്ക് ചെല്ല്. സിസ്റ്റർ, ഇയാളുടെ BP ഒന്ന് ചെക്ക് ചെയ്യേ. ചെല്ല്. ഭാര്യക്ക് സുഖമല്ലേ? അവളും ഗർഭിണിയായിരിക്കുക. അമ്മോ, ഏതായാലും നീ സോഷ്യലിസം നടപ്പിലാക്കിയിരിക്കുന്നു. മുതലാളിമാരായാലും ഇങ്ങനെ വേണം. ഇരിക്കേ ഇരിക്കേ. കൺഗ്രാറ്റ്സ്. എന്തായി ഡോക്ടർ? എന്ത് ചെയ്യാനാ, കുട്ടി ചവിട്ടി തൊഴിക്കുന്ന പരുവത്തിൽ വളർന്നു. ഇനി അബോർഷൻ ചെയ്യാൻ പറ്റില്ല. നോക്ക് രാജേന്ദ്ര, ഇപ്പൊ നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഈ അവസ്ഥയിൽ അബോർഷൻ ചെയ്താൽ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. അവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ജീവിതത്തിൽ നിന്നും വ്യഭിചാരത്തിലേക്ക് തള്ളിവിട്ട് എന്നെ രക്ഷിച്ചത് അദ്ദേഹമാണ്. അവരുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ഇടം തന്നു, ജീവിക്കാനുള്ള മാർഗവും കാണിച്ചു തന്നു. ഞാൻ കാരണം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഈ കുഞ്ഞു കാരണം അദ്ദേഹം അപമാനിക്കപ്പെടരുത്. അതിനു വേണ്ടി എന്റെ ജീവൻ നൽകാൻ വരെ ഞാൻ തയ്യാറാണ് ഡോക്ടർ. ദയവായി അബോർഷൻ ചെയ്തു തരണം.
തീരുമാനത്തിലെത്തി. നീ ഈ കുഞ്ഞിനെ പ്രസവിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇതാണ് എന്റെ തീരുമാനം. ചേട്ടാ, ഇവിടെ ബാബു അറിയോ? ആ പേപ്പർ വായിക്കുന്ന ആളാണ് ബാബു. ബാബു, നിന്നെ അന്വേഷിക്കുന്നു. ബാബുട്ടാ മനസ്സിലായില്ല. ഞാൻ സുന്ദരേശൻ. സുന്ദരേശൻ? ഏത് സുന്ദരേശൻ? നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചിട്ടില്ല കെടിയേ. നീ ആകെ മാറിപ്പോയല്ലോ. കാലമായിട്ട് നിന്നെ കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖല്ലേ? ഓ സുഖ. അവര് തൃശ്ശൂർ സെറ്റിലായില്ലേ? നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതേ ഇല്ലടാ. ചായ കുടിക്കില്ല, കാപ്പിയ. അപ്പൊ ചേട്ടാ ഒരു ചായ ഒരു കാപ്പി രണ്ട് മിക്സ് ചെയ്തെടുത്തോ. സുന്ദരേശ, നീ എന്തിനിവിടെ വന്നടാ? ബാബുടനെ കാണാൻ. നീ എന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നോ? എന്റെ സുന്ദര, ഇപ്പൊ എവിടെ ഒന്നിരിക്കാം. വേണ്ട, ബാബുട്ട് ഇരിക്കും. നീ ഇരിക്കേ. ബാബുട്ട് ഇരിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വന്നല്ല, നീ ഇരിക്കും. ബാബുട്ട് നിൽക്കുമ്പോ ഞാൻ ഇരിക്കണെങ്കിൽ എന്റെ പൊന്നു സുന്ദര ഇരിക്കേണ്ടെന്നേ. ബാബുട്ട് ഇരിക്കും. മര്യാദക്ക് പറയുന്ന ഇരിക്കുന്നോ ഇല്ലയോ? എന്തിനെ കൽപ്പിക്കണ? ബാബുട്ട് ഇരിക്കും. മര്യാദക്ക് ഇരിക്കാനാ പറഞ്ഞത്. ഓ ഇരിക്കടാ. എനിക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് ഇരിക്കാനാ പറഞ്ഞത്. കളിപ്പിക്കാ നീ. ഇരിക്ക. അങ്ങോട്ട് പോയിടാ. അത് ശരി. പിടിക്കടാ. ചോര വരുന്നുണ്ടല്ലോടാ. ചോര ബാബുട്ടനുണ്ടല്ലോ. എല്ലാത്തിനും നീയാ കാരണം. ഞാനെന്തോട്ട് നീയല്ലേ എന്നെ ആദ്യം അടിച്ചത്? ഞാൻ അടിച്ചില്ല, ബാബുട്ടൻ അടിച്ചേ. കുട്ടിക്കാലം തൊട്ടേ നീ ഇങ്ങനെ വരെ മാറിട്ടില്ല. നമുക്ക് വീട്ടിൽ പോവാം. എന്റെ ബാഗ് നിന്റെ ബാഗ് ഇവിടെണ്ടായിരുന്നാ? ഞാൻ ഈ കൊല എടുത്തോളാം. കാണുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നടാ. ഞാൻ ബ്ലേഡുകാരനെ പലിശക്കെടുത്ത മുതലാടാ. ബ്ലേഡുകാരൻ വരുമ്പോ ഞാൻ എന്ത് ചെയ്യൂടാ? ഡേയ്, നീ ഒന്നും ഗതി പിടിക്കത്തില്ലടാ. അല്ല, അടിപൊളി സാരിയെ കൊടുത്ത് എങ്ങോട്ടാ? അദ്ദേഹം അമ്പലത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആര്? നമ്മുടെ രാജേന്ദ്രൻ പറഞ്ഞു. അത് നടന്നത് തന്നെ. മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാലേ അവൻ അതിന്റെ പുറകവും. പിന്നെ എങ്ങനെ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? ചേച്ചി, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്നേക്കാൾ കൂടുതൽ അവനെ എനിക്കറിയാം. ആരെങ്കിലും വഴിയിൽ കണ്ടാലേ അവൻ അവന്റെ പാട്ടിന് പോവും. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചാൽ ഈ 10 രൂപ നീ പിടിച്ചോ. 5 രൂപ ഇങ്ങോട്ടുള്ള ബസ് ചാർജ്, ബാക്കി 5-ന് കപ്പലിട്ട് വാങ്ങി കുറച്ച് പതുക്കെ എങ്കിൽ നടന്നു പോരുക. എന്താ? തൊഴുതിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. അകത്തേക്ക് വരുന്നില്ലേ? ഇല്ല, ശാന്തിക്കാരൻ എന്നെ ശരിക്കറിയാം. നിന്നെ എന്റെ കൂടെ കണ്ട ആകെ പ്രശ്നമാവും. വേണ്ട, നീ ചെന്നിട്ട് വാ. ശരി. ദൈവമേ, ആരെയും കണ്ണിൽ പെടരുതേ. നിന്നേക്കാൾ കൂടുതൽ അവനെ എനിക്കറിയാം. ആരെങ്കിലും വഴിയിൽ കണ്ടാലേ അവൻ അവന്റെ പാട്ടിന് പോവും. ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചാൽ ഈ 10 രൂപ നീ പിടിച്ചോ. 5 രൂപ ഇങ്ങോട്ടുള്ള ബസ് ചാർജ്, ബാക്കി 5-ന് കപ്പലിട്ട് വാങ്ങി കുറച്ച് പതുക്കെ എങ്കിൽ നടന്നു പോരുക. എന്താ? എവിടെയായിരുന്നു? ഞാനവിടെ
പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് വന്നത്. അവനും ഫാമിലിയായിട്ട്. അവന്റെ ഭാര്യ ഗർഭിണിയാ. അവൻ ഭാര്യയ്ക്ക് വള വാങ്ങി കൊടുക്കുന്നത് കണ്ടപ്പോഴാ ഞാൻ നിന്റെ കാര്യം ഓർത്തത്. നിനക്ക് എന്തെങ്കിലും ഒരു സമ്മാനം എന്റെ കൈ കൊണ്ട് തരണമെന്ന്. ഞാനൊരു വള വാങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇട്ട് നോക്കി. ആ, ഇതെവിടുന്ന? ഇതാരും നിനക്ക് വാങ്ങിത്തുന്നത്? ഒരു ചേച്ചി മോളെ നിൽക്ക്. അയ്യോ, ഗർഭിണിയായിട്ട് നീ ഒറ്റയ്ക്കാണോ അമ്പലത്തിൽ വന്നത്? നിന്റെ കൂടെ ആരും ഇല്ലേ മോളെ? ആ വള അതിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക. അയ്യോ, അത് മകൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ. അതൊന്നും സാരമില്ല. നിങ്ങൾ ഇട്ടാലെന്താ, ഞാൻ ഇട്ടാലെന്താ? ഇക്കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ടല്ലോ. ശരി, പോവാ. അതെ, നീ അവിടെ വന്നത്. ആ ശരി. എന്ത് പറ്റി? എന്റെ വീട്ടുകാരാ. വാ വാ. എന്താ? രാജേന്ദ്ര മുതലാളി വിളിച്ചേക്കാം. നമ്മുടെ വരുംകാല മുഖ്യമന്ത്രി വിജയിക്കട്ടെ. നമ്മുടെ രാജേന്ദ്ര മുതലാളി വിജയിക്കട്ടെ. നമ്മുടെ രാജേന്ദ്ര മുതലാളി വിജയിക്കട്ടെ. രാജേന്ദ്ര മുതലാളി വിജയിക്കട്ടെ. അത് സീതാലക്ഷ്മി. മിണ്ടരുത്. എന്താണ് ഈ കാണുന്നതൊക്കെ? രാജേന്ദ്ര, എന്നോട് ഈ ചതി ചെയ്യേണ്ടിയിരുന്നില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. മാരടയ്ക്ക് മദ്യപിച്ച് അബദ്ധം പറ്റിയതാ. ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചെന്നെ ചതിക്കായിരുന്നല്ലേ. എന്നിട്ടിപ്പോ ഇവിടുമായി നിങ്ങൾ കുടുംബം നടത്തുന്നോ? നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടോ? സീതേ, അങ്ങനെയൊന്നും പറയരുത് സീതേ. മിണ്ടരുത്. നീ ഒരു വൃത്തികെട്ടവനാ. സ്വന്തം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ ഒരു വിപ്പാട്ടിയും കൂട്ടി അമ്പലത്തിൽ വന്നിരിക്കുന്ന നീ ഒരു മനുഷ്യനാണോ? നിനക്ക് മനസാക്ഷിയുണ്ടോ? നീ പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് ഞാനാ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരി. നിന്റെ മുഖം കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാ. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മേൽ നിങ്ങളുടെ നിഴൽ പോലും പതിക്കരുത്. എന്നെയോ എന്റെ കുഞ്ഞിനെയോ നിങ്ങൾ എന്തെങ്കിലും കാണാൻ ശ്രമിച്ച അന്ന് ഞാൻ മരിക്കും. വരൂ. നിന്റെ അംഗീകാരം ആർക്ക് വേണോടി? നാണമില്ലാത്തവളെ. നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇന്ന് തുടങ്ങിയ ഈ ബന്ധം ആരുമായി? അയാളുമായി. ഏതയാളുമായി? എന്റെ ഭർത്താവുമായി. ഓ, എന്റെ ഭർത്താവോ? അദ്ദേഹം എന്റെ ഭർത്താവാണ്. നിന്റെ ഭർത്താവ് എന്റെയും ഭർത്താവ്, നമ്മുടെ ഭർത്താവ്. ചേച്ചി, നിനക്ക് നാണമില്ലേ? സത്യം പറയുന്നതിന് ഞാൻ എന്തിനു നാണിക്കുന്നു? അദ്ദേഹത്തെ നീ വശീകരിച്ചതല്ലേ? നോക്ക്, എന്നെ തൊട്ടതിനു ശേഷം അദ്ദേഹം നിന്റെ ഭർത്താവായത്. കൈവശം കൊടുത്ത് മയക്കെടുത്തിട്ട് അഹങ്കാരം പറയുന്നോ? അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെയാ. അതുകൊണ്ടാ ഒന്നിച്ച് രണ്ടു കുട്ടികളുടെ അച്ഛനായത്. നിന്റെ കുഞ്ഞിന്റെ തന്തയാണെന്ന് ആർക്കറിയാം? ഇവനെ അവന്റെ അച്ഛന്റെ തൽ സ്വരൂപമാണെന്ന് എല്ലാവരും പറയുന്നത്. സംശയം നോക്ക്.
സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? നീ ഇവിടം വിട്ടു പോവാൻ നിനക്ക് എന്ത് വേണം? എന്ത് തരും? എന്ത് വേണം? നിന്റെ കയ്യിൽ എന്തുണ്ട്? എത്ര പണം വേണമെങ്കിലും എടുത്തോ. ഈ പണം നിന്റേതല്ല, അദ്ദേഹത്തിന്റെയാ. എത്ര സ്വർണം വേണമെങ്കിലും ഞാൻ തരാം. അത് നിന്റേതല്ല, അദ്ദേഹത്തിന്റെയാ. നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി എനിക്ക്. ഞാനൊന്ന് മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം നിന്റെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. ഇപ്പൊ നിന്റെ സ്ഥാനത്ത് ഞാൻ ഉണ്ടാവുമായിരുന്നു. നീ അനുഭവിക്കുന്ന സ്വത്തും സുഖവുമെല്ലാം ഞാൻ നൽകിയ ഭിക്ഷയാണ്. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയും എന്റെ ഭർത്താവിനെ പോലും ഞാൻ നിനക്ക് തന്ന ദാനമാണ്. നിൽക്ക്. എന്നെ നാണമില്ലാത്തവൾ എന്ന് നീ ഇപ്പൊ വിളിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നെ നിനക്ക് എങ്ങനെ വേണമെങ്കിലും അപമാനിക്കാം. എനിക്കൊരു വിരോധമില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ. ഈ ലോകത്ത് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, യഥാർത്ഥ സ്നേഹം. വെറുതെ ഒരു വാശിയുടെ പേരിൽ നീ അതില്ലാതാക്കരുത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും മനസ്സിലും ഒരു പെണ്ണിന് മാത്രമേ സ്ഥാനമുള്ളൂ. അത് നിനക്ക്. എന്തു പറ്റി മോനെ? നീ എന്താ വീട്ടിലേക്ക് വരാത്തത്? കുടുംബ ജീവിതത്തിൽ പിണക്കങ്ങൾ സഹജമല്ലേ? നീ വീട്ടിലേക്ക് വരാതിരുന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? മാമ, അതുകൊണ്ടൊന്നല്ല മാമ. എന്നെ കാണുന്നതിന് സീതയ്ക്ക് ഇഷ്ടമല്ല. അവളുടെ മനസ്സ് വിഷമിക്കുന്ന കാണാനുള്ള കരുത്ത് എനിക്കില്ല. സീതയുടെ മനസ്സ് വിഷമിക്കാതിരിക്കണമെങ്കിൽ നീ ആ പെണ്ണിനെ കാണരുത്. അവളെ ഈ നാട്ടിലുള്ളിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം ഉണ്ടാവില്ല. അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം. സാരമില്ല. അവളെവിടെ? അവൾ അപ്പുറത്തുണ്ട്. അവളോട് ഇങ്ങോട്ട് വരാൻ പറ. പറയാം. കള്ളത്തെമ്മാടി എന്നെ പോലെ തന്നെയുണ്ട്. കരയല്ലേടാ. പറഞ്ഞോട്ടോ. പാപ്പം വേണോടാ നിനക്ക്? പാപ്പം വേണോ? പാപ്പം വേണോ മോനെ? കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. ഒരു നിമിഷം. ഇന്ന് കുഞ്ഞിന് ചോറ് കൊടുക്കാൻ നല്ല ദിവസ. നമ്മുടെ മോന് ആ കൈ കൊണ്ട് ചോറ് കൊടുക്കും.
വാദങ്ങളും സാക്ഷിമൊഴികളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീടിന്റെ യഥാർത്ഥ അവകാശി രാജേന്ദ്രനാണെന്ന് കോടതിക്ക് ഇതിനാൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. അമ്മേ, എന്താ മോളെ? ഞാൻ പോവാ അമ്മേ. എവിടേക്ക് അറിയില്ല, എങ്ങോട്ടെങ്കിലും. എന്തിനാ മോളെ? ഇവൻ ഈ നാട്ടിൽ വളർന്ന ഭാവിയിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊന്നും സംഭവിച്ചൂടാ. അദ്ദേഹവും കുടുംബവും സന്തോഷമായി ജീവിച്ചോട്ടെ. ഞാനും എന്റെ കുഞ്ഞും എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അദ്ദേഹം കുഞ്ഞിന്റെ കയ്യിലെടുത്ത് ഉമ്മ കൊടുത്തു, ഇവന് ചോറ് കൊടുത്തു, ഇവന് മാലയിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ജന്മത്തിൽ ഓർത്ത് സന്തോഷിക്കാൻ എനിക്കത് മാത്രം മതി. എന്റെ കുഞ്ഞിന്റെ മുഖത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ട് ജീവിച്ചോളാം. പോട്ടെ അമ്മേ. ഈ കൈക്കുഞ്ഞിനെ കൊണ്ട് നീ എന്ത് ചെയ്യും മോളെ? അറിയില്ലമ്മേ, പക്ഷെ ഞാനും കുഞ്ഞും ഇവിടുന്ന് പോയേ പറ്റും. ചന്ദ്ര, വരുന്നു. ഇനി വാടാ. കുഞ്ഞിന് ചോറ് കൊടുക്കാൻ സമയമായി. രാജേന്ദ്രൻ എവിടെ? അവൻ കോടതിയിലല്ലേ, ഇന്ന് കേസിന്റെ വിധിയാ. എടി, ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. നിന്നെ പോലെ ഒരു വൃത്തികെട്ടവൾക്ക് വരാനുള്ള സ്ഥലമല്ല ഇത്. പോടി പുറത്ത്. അല്ല അമ്മേ, മിണ്ടാതിരടി. അവക്ക് എന്തോ നമ്മോട് പറയാനുണ്ട്. എന്താ മോളെ? ആ സൂര്യ ആൾക്കാർ നിങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാൻ വരുന്നുണ്ട്. നീ പറയുന്നത് സത്യമാണോ? എല്ലാം പോയി. എന്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ട് പോടാ. ഇത്രയും നാൾ കോടതിയിൽ കേസുണ്ടെന്ന വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാം കൈവിട്ട് പോയില്ലേ? ആ വീട് രാജേന്ദ്രന് അനുകൂലമായി കോടതി വിധിച്ചു. അത് അനുഭവിക്കാൻ അനുവദിക്കില്ല ഞാൻ അവനെ. അവന്റെ കുഞ്ഞിന്റെ ചോറൂൺ അമ്പലത്തിൽ നടത്തില്ല ഞാൻ. ആ സ്വത്ത് വകകളൊന്നും അനുഭവിക്കാൻ ആ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ പാടില്ല. അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ വെട്ടി വെട്ടി നുറുക്കണം. ഇവള് പറയുന്നത് സത്യമാണോ? ഒന്നും വിശ്വസിക്കരുത് അച്ഛാ, ഇതിവളുടെ നാടകമാ. എന്റെ കുഞ്ഞിന് ആദ്യം ചോറ് കൊടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഇല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ കുഞ്ഞാണ് സത്യം. എന്നെ വിശ്വസിക്കണം പ്ലീസ്. നിങ്ങളെങ്കിലും ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാം. ആ സൂര്യപ്രകാശ് പറയുന്നു ഞാൻ കേട്ടതാണ്. ഏയ്, ഇവൾക്ക് മുഴുത്ത പ്രാന്ത. പിടിച്ച് പുറത്താക്കും. ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ പറയുന്നത് സത്യമാണ്. Please. അയാൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. എങ്കിലും അവളോട് പറ. ആ സൂര്യനെ കൊല്ലും. ഞാൻ പറയുന്നത് കേൾക്ക്. സൂര്യ, വേണ്ട. അരിച്ച് പെറുകടല്ലായിടത്തും നോക്ക്.
കുഞ്ഞിനെ എനിക്കറിയില്ല. ഇവിടെ പറയാൻ എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഒന്നും ചെയ്യല്ലേ. എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. എന്റെ കുഞ്ഞ്. നഷ്ടപ്പെട്ടു. ഞാൻ നിന്നോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു. അതിനെനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ കുഞ്ഞിനെ കൊണ്ട് സാധിച്ചു. ഇനി ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ഉപദ്രവമാവില്ല. നിന്നോട് എനിക്ക് വിരോധം ഉണ്ടെന്നുള്ളത് സത്യം. ഒരു പിഞ്ചു കുഞ്ഞിനെ തലയ്ക്ക് കൊടുക്കാൻ മാത്രം പാപിയല്ല ഞാൻ. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് പോയി നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാം.
ചെയ്യല്ലേ, കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. വേണ്ട. അയ്യോ, ഒന്നും ചെയ്യല്ലേ. അടുത്തേക്ക് വരരുത്. വേണ്ട. അടുത്തേക്ക് വരരുത്. അദ്ദേഹത്തോട് പകയുണ്ടെന്ന് കരുതി ഈ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. വരരുതെന്നാ പറഞ്ഞത്. ഈ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നോട്. നിന്റെ ഭർത്താവിനോടുള്ള പക തീരണമെങ്കിൽ ഈ കുഞ്ഞ് ചത്തേ മതിയാവും. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. അതെന്റെ കുഞ്ഞല്ല. നിന്റെ കയ്യിലിരിക്കുന്നത് എന്റെ കുഞ്ഞല്ല. ഇതാണ് എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. സത്യമായിട്ട് ഇതാണ് എന്റെ കുഞ്ഞ്. എനിക്ക് വേണം. അയ്യോ, വരുത്. അവനെ കൊല്ലരുത്. സൂര്യ, ഞാൻ പറയുന്നത് കേൾക്കല്ലേ. സൂര്യ, വേണ്ട, അടുത്തേക്ക് വരരുത്. ഞാൻ പറയുന്നത് വലിച്ചെറിയും ഞാൻ. ഞാൻ പറയുന്നത് സൂര്യ. വരരുത്, വരരുതെന്നാ പറഞ്ഞത്. Please, വേണ്ട. എന്റെ കുഞ്ഞിനെ തൊട. വേണ്ട. വേണ്ട, വേണ്ട. നിൽക്കാനാ പറഞ്ഞത്. എന്റെ അടുത്തേക്ക് വരരുത്. വരരുത്. പിടിക്ക് ചേട്ടാ. സൂക്ഷിച്ച്. സിന്ധു, സിന്ധു. ആ, ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കും. എന്താ ചേട്ടാ? ഇറങ്ങരുത്. നീ ഇറങ്ങടാ. രണ്ടുപേരും ഇറങ്ങും. വാ, വാ. എന്തിനാ ചേട്ടാ ഇവരെ തോളിൽ കയറ്റിയത്? പോട്ടടാ, നിന്നെ തൊഴിലെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ഇവരെങ്കിലും എടുക്കട്ടെ. ചേട്ടനോട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല. ഇതെന്ത് വേഷാ? പോയി മുഖമൊക്കെ കഴുകിടുവാ. കുസൃതികുട്ടന്മാരുടെ ഒരു പണിയാ. ചേട്ടാ, കുട്ടികളെന്തേ? ഞാൻ കണ്ടില്ലല്ലോ. എപ്പോഴും ചേട്ടന്റെ കൂടെയല്ലേ ഉണ്ടാവാറ്? അവര് പുറത്തെങ്ങനെ കളിക്കുന്നുണ്ടാവും. നോക്കടാ. എന്താ ചേട്ടാ ഇത്? അതാ എനിക്ക് മനസ്സിലാവട്ടെ. അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ അച്ഛന്റെ അല്ലേ മക്കള്?